അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് നോക്കുന്നത് കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് 1-ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം എന്നുള്ള വിഷയത്തിൽ എന്താണ് പരീക്ഷയ്ക്ക് വന്നത് നമുക്ക് പരിശോധിച്ച് നോക്കാം. ആ പരീക്ഷയ്ക്ക് വന്ന കഴിഞ്ഞ 2 വർഷങ്ങളിലെ ചോദ്യപേപ്പറുകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ ദുറൂസ് എന്ന വിഷയത്തിൽ നമ്മൾ പാഠപുസ്തകത്തിൽ നിന്നുള്ള അക്ഷരങ്ങളല്ലാത്ത ചില കാര്യങ്ങൾ, ഇസ്ലാമികപരമായ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. ആ പാഠങ്ങളിൽ നിന്നൊക്കെയാണ് അധികവും ഈ ഒരു ഭാഗത്ത് ചോദ്യങ്ങൾ വരാറുള്ളത്. അപ്പം 1-ാം ക്ലാസ്സിന് നമുക്ക് ദുറൂസ്, അതുപോലെ തന്നെ കിതാബത്ത്, തഫ്ഹീം, ഇങ്ങനെ 3 പരീക്ഷകളുണ്ടാവും. അപ്പോൾ ദുറൂസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്ന ആളുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോ ചോദ്യങ്ങൾ പരിശോധിച്ച് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വരുന്ന ചോദ്യങ്ങൾ ഇതേ രൂപത്തിൽ പൂരിപ്പിക്കുക എന്ന് പറഞ്ഞ രൂപത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പം അതിന് 10 ചോദ്യങ്ങൾക്ക് 10 എന്ന മാർക്ക് എന്ന രൂപത്തിൽ 100 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ദുറൂസിനുണ്ടാവുക. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങൾ വായിക്കാം. അപ്പോൾ നിങ്ങളിത് രക്ഷിതാക്കളായിരിക്കും മിക്കവാറും അത് കാണുന്നുണ്ടാവുക. അപ്പോൾ കുട്ടികളോട് ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുക. അതുപോലെ തന്നെ ഈ ചോദ്യങ്ങളൊക്കെ ഏത് പാഠത്തിൽ നിന്നാണ് വന്നത്, ആ പാഠത്തിൽ ഇതുപോലെ മറ്റു ചോദ്യങ്ങളൊക്കെ ഉണ്ടാകും. ആ ചോദ്യങ്ങളും അവരോട് ചോദിച്ച് നോക്കുക. നമുക്ക് എന്താണ് ചോദ്യപേപ്പറിൽ വരിക എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ നമുക്ക് ഓരോന്ന് വായിച്ച് നോക്കാം. 1-ാമത്തെ ചോദ്യം, പുലരി വരും നേരത്താണ്. പുലരി വരും നേരത്താണ് എന്താണ് നമ്മൾ പറഞ്ഞത്? നമ്മൾ നിസ്കാരത്തിൻ്റെ സമയങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മൾ പഠിച്ച സംഭവമാണ്. എന്തായിരുന്നു അത്? സുബഹി നിസ്കാരം അല്ലേ? പുലരി വരും നേരത്താണ് സുബഹി നിസ്കാരം. അപ്പോൾ ഈ ചോദ്യങ്ങൾ അവരോട് ചോദിക്കുക, കുട്ടികളോട് ചോദിക്കുക, അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അടുത്തൊരു ചോദ്യം, ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക എന്നതിൻ്റെ ബാക്കി എന്താണെന്നുള്ളതാണ്. നമ്മൾ ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് ചൊല്ലേണ്ട ദിക്റുകൾ പഠിച്ചിട്ടുണ്ട്. അവിടുന്ന് പുറത്തിറങ്ങുമ്പോഴുള്ള ദിക്റുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബാക്കിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ബാക്കി മിനൽ ഖുബ്സി വൽ ഖബായിസ് എന്നുള്ളതാണ്. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ട് കുട്ടികൾക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പ് വരുത്തും. അടുത്തൊരു ചോദ്യം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന ഡാഷ് എന്താണ്? വ അഷ്ഹദു അന്ന എന്തായിരുന്നു? വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാണ് അല്ലേ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അടുത്തൊരു ചോദ്യം, തിന്നുന്നേരം ബിസ്മില്ല ഡാഷ് ബിസ്മില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്താണ് വിട്ടുപോയത്? തിന്നുന്നേരം ബിസ്മില്ല, അതുപോലെ തന്നെ കുടിക്കും നേരം ബിസ്മില്ല അല്ലേ? കുടിക്കും നേരം ബിസ്മില്ല എന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ ആ ഒരു പാട്ടാണ്. ആ പാട്ട് മുഴുവനായിട്ട് നമ്മൾ പഠിക്കുക. ഏത് വരിയാണ് നമ്മൾക്ക് ഇതേ രൂപത്തിൽ വരിക എന്നുള്ളത് പറയാൻ പറ്റില്ല. അടുത്തൊരു ചോദ്യം, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് ഡാഷിലാണ്. എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത്? നമ്മളത് ഒരു പാട്ട് രൂപത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? മക്കയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത്. 5 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി 5 ചോദ്യങ്ങൾ കൂടി ഉണ്ടാകും. അത് ഉത്തരം പറയുക എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ഉത്തരം നമ്മൾ ഉസ്താദുമാർ ചോദിക്കും, അപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഉത്തരം പറയാനുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ അവിടെ ഉള്ളത് ഒന്നാമത്, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിയുടെ ഉമ്മയുടെ പേരെന്ത്? നമ്മുടെ നബിയുടെ ഉമ്മയുടെ പേരെന്തെന്നുള്ളതാണ് ചോദ്യം. എന്താണ്? ആമിന ബീവി റളിയല്ലാഹു അൻഹ ആണല്ലേ? അപ്പോൾ അത് നമ്മൾ ആമിന ബീവി എന്നുള്ള രൂപത്തിൽ പഠിച്ചു വെക്കാം. മറ്റൊരു ചോദ്യം, ഏത് കാൽ വെച്ച് ടോയ്ലറ്റിൽ കയറണം? ടോയ്ലറ്റിൽ കയറുന്ന പാഠം പറഞ്ഞു കൊടുത്ത് ഇവിടെ ദിക്റുകൾ പറഞ്ഞു കൊടുത്ത് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഏത് കാൽ വെച്ചിട്ടാണ് കയറേണ്ടത്, ഏത് കാൽ വെച്ചിട്ടാണ് ഇറങ്ങേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കയറുന്ന സമയത്ത് ഇടതു കാൽ വെച്ചിട്ടാണ് കയറേണ്ടത് അല്ലേ? അടുത്തൊരു ചോദ്യം, അദാൻ വിളിക്കുമ്പോൾ അവസാനം പറയുന്നത് എന്ത്? എന്താണ് അദാൻ വിളിക്കുന്ന സമയത്ത് അവസാനം പറയൽ എന്താ? ഏറ്റവും അവസാനം പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ് അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ അദാൻ്റെ മുഴുവൻ ഭാഗങ്ങളും നമ്മൾ കുട്ടികൾക്ക് അറിയുമെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. മറ്റൊരു ചോദ്യം, എങ്ങനെയാണ് സലാം അടയ്ക്കേണ്ടത്? സലാം പറയേണ്ട രൂപവും അടയ്ക്കേണ്ട രൂപമൊക്കെ പാഠത്തിൽ പറയുന്നുണ്ട്. എങ്ങനെയാണ്? വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നുണ്ട് കേട്ടോ. അതുവരെ തന്നെ പഠിക്കണം ഇൻഷാ അല്ലാഹ്. പിന്നെ എപ്പോഴാണ് അസ്ർ നിസ്കരിക്കേണ്ടത്? എപ്പോഴാണ് അസ്ർ നിസ്കരിക്കേണ്ടത്? എപ്പോഴാണ്? ളുഹറിൻ്റെ സമയം, അസ്റിൻ്റെ സമയം, മഗ്രിബ്, ഇശാഹ്, സുബ്ഹിയൊക്കെ പറയുന്നുണ്ട്. അസ്ർ നിസ്കരിക്കേണ്ടത് അപ്പോൾ വൈകുന്നേരം എന്ന രൂപത്തിൽ നമ്മൾ പാഠത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാഹ്, സുബ്ഹിയൊക്കെ കിട്ടും എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇത്രയുമാണ് ഒരു വർഷം ദുറൂസിൽ വന്ന ചോദ്യം. ഇനി മറ്റൊരു വർഷത്തെ ചോദ്യപേപ്പർ നമുക്ക് പരിശോധിച്ച് നോക്കാം. ആദ്യം വരുന്നത് നമുക്ക് പൂരിപ്പിക്കുക എന്നുള്ള ചോദ്യങ്ങളായിരിക്കും. പൂരിപ്പിക്കാനുള്ള രൂപത്തിൽ, അതുപോലെ തന്നെ 5 ചോദ്യം 50 മാർക്കിന്, മറ്റേ രൂപത്തിൽ 5 ചോദ്യം 50 മാർക്ക്, 100 മാർക്കിനായിരിക്കും ദുറൂസിൻ്റെ പരീക്ഷ ഉണ്ടാവുക.
ഇവിടെ ഒന്നാമത്തെ ചോദ്യം, പുലരി വരും നേരത്താണ് സുബഹി നിസ്കാരം എന്നുള്ളൊരു വരി, ഒരു വരിയാണ്. അതിൻ്റെ നെക്സ്റ്റ് വരി എന്താണെന്നുള്ളതാണ് ചോദ്യം. എന്താണ് അടുത്ത വരി ഉണ്ടായിരുന്നത്? പറഞ്ഞു നോക്കൊന്ന്, പാടി നോക്കൂ. പതിവ് തെറ്റിടാതെ വേണം 5 നിസ്കാരം അല്ലേ. അപ്പം അത് നമുക്ക് ആ പാട്ട് എവിടെ തുടങ്ങിയാലും അതിൻ്റെ നെക്സ്റ്റ് വരി പാടാനുള്ള ഒരു പ്രാപ്തി കുട്ടികൾക്ക് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിലൂടെ പൂരിപ്പിക്കാൻ ചോദിക്കുകയാണെങ്കിൽ കിട്ടും എന്നുള്ളതൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തുക കേട്ടോ. അടുത്തൊരു ചോദ്യം, ഗുഫ്റാനകൽ ഹംദുലില്ലാഹില്ലദി അല്ലേ. അതിൻ്റെ ബാക്കി എന്താണെന്നുള്ളതാണ്. നമ്മളെ ടോയ്ലറ്റിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴുള്ള ദിക്റാണ് അദ്ഹബ അന്നിയൽ അദാ വഅഫാനി. ഗുഫ്റാനകൽ ഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നിയൽ അദാ വഅഫാനി എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് കിട്ടും എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അടുത്തത്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ഇല്ലല്ലാഹു വ അഷ്ഹദു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു. അതിൻ്റെ ബാക്കി എന്താ? അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അടുത്തത്, അസ്സലാമു അലൈക്കും. അതിൻ്റെ ബാക്കി എന്താ? നമ്മൾ സലാം പറയേണ്ട രൂപം എങ്ങനെയാണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അത് പൂർണ്ണമായിട്ടും സലാം പറയുന്ന രൂപമാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ സലാം അടക്കുന്നതിൻ്റെയും പൂർണ്ണ രൂപം മനസ്സിലാക്കി വെക്കണം കേട്ടോ. അടുത്തൊരു ചോദ്യം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ദിക്കിൽ അന്ന് വരുന്നു അല്ലേ. ആ പാട്ടാണ്. അതിൻ്റെ അടുത്ത വരി എന്താണെന്നുള്ളതാണ് ചോദ്യം. മുത്തുനബി മക്ക ദിക്കിൽ അന്ന് വരുന്നു. എന്തായിരുന്നു ബാക്കി ഓർമ്മയുണ്ടോ? അബ്ദുല്ലാഹി എന്നവരെ മകനായി പിറന്നു അല്ലേ. അപ്പോൾ അത് കുട്ടികൾക്ക് അതിൻ്റെ ബാക്കി പാടാൻ കിട്ടണം. ഏത് വരി ചോദിച്ചാലും അതിൻ്റെ നെക്സ്റ്റ് വരി പാടാൻ കിട്ടുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ഒരു വരി ഡാഷ് ഇട്ട് തന്നാൽ അത് പൂരിപ്പിച്ച് പാടാൻ കിട്ടുന്ന രൂപത്തിൽ കുട്ടികൾ പ്രാപ്തരാണ് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തട്ടോ. ആ ചോദ്യ പേപ്പറിൽ അടുത്ത ചോദ്യം പൂരിപ്പിക്കുക എന്നുള്ള ചോദ്യങ്ങളാണ്. പൂരിപ്പിക്കുക എന്നുള്ള ചോദ്യം, അതിനും 50 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. അങ്ങനെ മൊത്തം ഒരു പേപ്പറിൽ 100 മാർക്കിന് ഉണ്ടാവുക ദുറൂസ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്ന് വായിച്ച് നോക്കാം. 5 നേരത്തെ നിസ്കാരങ്ങൾ ഏതൊക്കെയാണ് 5 നേരത്തെ നിസ്കാരം? നമ്മളോട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണത്? ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബഹി. ഇതൊക്കെ കുട്ടികൾക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അടുത്തൊരു ചോദ്യം, ടോയ്ലറ്റിൽ കയറും മുമ്പ് എന്ത് ചൊല്ലണം? ടോയ്ലറ്റിൽ കയറും, കഴിഞ്ഞ ചോദ്യ പേപ്പറിൽ അത് പൂരിപ്പിക്കാനായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത് എന്ത് ചൊല്ലണം എന്നുള്ള രൂപത്തിൽ ചോദിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ പൂരിപ്പിക്കാൻ ചോദിക്കാനൊക്കെ ഇപ്പം അതിൻ്റെ ആദ്യ ഭാഗം പറയുന്നത് കൊണ്ട് ഇപ്പോൾ കുട്ടികൾക്ക് കിട്ടും. പക്ഷേ ഈ രൂപത്തിൽ ചോദിച്ചാലും, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ ഇറങ്ങുന്ന സമയത്ത് എന്ത് ചൊല്ലണം എന്നുള്ള രൂപത്തിലൊക്കെ ചോദിച്ചാലൊക്കെ കിട്ടും എന്നുള്ളത് നമ്മൾ രക്ഷിതാക്കൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ എന്താണ് ചൊല്ലേണ്ടത്? ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസി. അതാണ് ടോയ്ലറ്റിൽ കയറുന്നതിന് മുമ്പ് ചൊല്ലേണ്ടത്. ഇറങ്ങുന്ന സമയത്ത് എന്താ ചൊല്ലേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. മറ്റൊരു ചോദ്യം, ഹയ്യാല സ്വലാത്തു ശേഷം അദാനിൽ പറയുന്ന 2 വാചകങ്ങൾ എന്താ? ഹയ്യാല സ്വലാ എന്ന് 2 വട്ടം പറയും, അതിന് ശേഷം പറയുന്ന വാചകങ്ങൾ എന്താണെന്നുള്ളതാണ് ചോദ്യം. എന്താണ്? ഹയ്യ അലൽ ഫലാഹ് അല്ലേ. ഹയ്യ അലൽ ഫലാ എന്നുള്ള കേട്ടോ. ഇതാണ് കേട്ടോ, ഹയ്യ അലൽ ഫലാ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹയ്യ അല സ്വലാ എന്നുള്ളതാണ്. അതൊക്കെ കുട്ടികൾക്ക് അറിയുന്ന ഉറപ്പെടുത്തുക. ഹയ്യാല എന്നൊന്നുമല്ല കേട്ടോ. ചിലർക്ക് അങ്ങനെ ഹയ്യാല സ്വല എന്നൊക്കെ നമ്മൾ കേട്ടിപ്പോൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടാവും. ഹയ്യ അല അങ്ങനെ കേട്ടോ. ഹയ്യ അല സ്വല, ഹയ്യ അലൽ ഫല, അതാണ് അതിൻ്റെ ഒരു ശരിയായ രൂപം. അപ്പോൾ ആ രൂപത്തിൽ തന്നെയാണ് കുട്ടികൾ പറയുന്നത് എന്നുള്ള ഉറപ്പ് വരുത്തുക. അടുത്തൊരു ചോദ്യം, സലാം മടക്കേണ്ടത് എങ്ങനെയാണ് സലാം മടക്കേണ്ടത് എന്നുള്ളതാണ്. അതൊക്കെ നമ്മൾ സിമ്പിളാക്കി കാണരുത്, കുട്ടികൾക്ക് കിട്ടുമെന്ന് ഉറപ്പ് വരുത്തുക. കാരണം എൻ്റെ കുട്ടിക്ക് സലാം മടക്കാൻ അറിയല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പുസ്തകത്തിൽ പറഞ്ഞ രൂപത്തിൽ പൂർണ്ണമാവുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. എന്താണ്? വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് വരെ നമ്മൾ മടക്കുന്ന രൂപത്തിൽ പഠിക്കണം കേട്ടോ. അടുത്തൊരു ചോദ്യം ഉള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോയത് എപ്പോഴാണെന്നുള്ളതാണ്. ആ ബായത്തിൽ പറയുന്നുണ്ട് അല്ലേ. എപ്പോഴാണ് മദീനയിലേക്ക് പോയത്? 53-ാമത്തെ വയസ്സിലാണ് അല്ലേ. 53-ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോയത്. അപ്പോൾ ഈ രൂപത്തിലൊക്കെയാണ് ദുറൂസിൽ ചോദ്യങ്ങൾ വരിക. നമ്മളെ അക്ഷരങ്ങളല്ലാത്ത പാഠത്തിൽ, മറ്റു അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നതല്ലാത്ത മറ്റു പാഠങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഇൻഷാല്ലാഹ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 2 വർഷത്തെ പരീക്ഷയിലുള്ളത്. അപ്പോൾ ഈ പേപ്പറുകളൊക്കെ കുട്ടികളോട് എഴുതിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ മദ്രസ ഗൈഡിൻ്റെ ആപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലോർ എന്നുള്ളൊരു ഭാഗം ഉണ്ടാവും. ഈ ഒരു ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ കിട്ടും. അത് നിങ്ങൾക്ക് കുട്ടികളോട് വേണമെങ്കിൽ പ്രിൻ്റ് എടുത്തോ അല്ലെങ്കിൽ മൊബൈലിൽ നോക്കിയൊക്കെ കുട്ടികളോട് എഴുതിക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആപ്പിലുണ്ട്. ഇൻഷാല്ലാഹ് അപ്പോൾ ആപ്പൊക്കെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നല്ലപോലെ ഉപയോഗപ്പെടുത്തി കുട്ടികൾക്ക് നല്ല രൂപത്തിൽ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇൻഷാല്ലാഹ്
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റുകളൊക്കെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.